ഫൈസൽ മൗലവി എന്താണോ റിഫായി മാലയെ എതിർക്കാൻ വേണ്ടി പറഞ്ഞത്, അതേ വിഷയം മടവൂർ ശൈഖിനെ കുറിച്ച് പാടിയ പാട്ടിനെ AP സമസ്ത എതിർത്തു. AP സമസ്തന്റെ എല്ലാവരും കൂടി ജോലി ചെയ്ത് ഇയാളെ നിയമിച്ചതായിരുന്നു. അതിൽ എന്താ അവർ തുടങ്ങുമ്പോൾ പറഞ്ഞറിയോ, ഞങ്ങളിതാ ഇത് പൂർത്തിയാക്കാൻ പോവാണ്, ഇനി ഒരു രക്ഷയില്ല, ഞങ്ങൾ തെളിയിക്കും, ഏതറ്റം വരെ ഞങ്ങൾ പോകും, വൈകുന്നേരങ്ങൾ പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ മറുപടി പറയും. നമ്മളെന്താ ചെയ്ത്, ഞങ്ങൾ ഏതറ്റം വരെ ഒന്ന് പോയി റിഫായി മാലയിലെ വരിയും മടവൂർ ശൈഖിനെ കുറിച്ച് പറഞ്ഞ വഴിയും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി. എന്താ ഉണ്ടായത്? എവിടെ എത്തി നിങ്ങള്? എവിടെ അയാളുള്ളത്? നമ്മുടെ പ്രമാണങ്ങൾ ഒന്നൊന്നായി വന്നപ്പോ ബലി പറഞ്ഞ് അങ്ങനെ ഉണ്ടാവൂല, മുംകിനല്ല, മുഹാലാണ്, അസംഭവ്യമാണ്, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തെളിവുകൾ ഒന്നിനു പിന്നിൽ ഒന്നായി ഉദ്ധരിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയുടെ കപ്പലിൽ ഇബ്ലീസ് വന്ന കഥ പറഞ്ഞു. കഥയല്ല, സ്വഹീഹായ ഹദീസ്. 281 വഫാത്തായ ഇബ്നു അബി ദുന്യയുടെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു. എന്താണ് ആ കിതാബിൽ പറഞ്ഞത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തു. നൂഹ് നബി അവനോട് പറയാ, ഈ തൗബ ചെയ്യ്, കൽപ്പിക്കുകയാണ്. കൽപ്പിക്കണമെങ്കിൽ അത് മുഹാലാവാൻ പാടില്ല, സാധ്യമായ കാര്യമാകണം. കൽപ്പിച്ചു. അള്ളാനോട് തന്നെ നൂഹ് നബി ചോദിച്ചു, ഓനെന്താ തൗബണ്ടോ? അല്ല പറഞ്ഞിട്ടുണ്ട്, തൗബത്തുഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. തൗബ ഉണ്ട് എന്ന് മാത്രമല്ല, എന്താ തൗബ എന്നും പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. സുജൂദ് ചെയ്യാൻ അവന് തൗഫീഖ് എന്നാണോ ഉണ്ടാകുന്നത്, അന്ന് രക്ഷപ്പെടും, സാധ്യമാണ്. വളരെ കൃത്യമായി തെളിവ് കൊണ്ട് ഇന്നേരെ അതിനൊന്നും തൊട്ടിട്ടില്ല. ഇതേ സംഭവം പിന്നെ മൂസാ നബിന്റെ കാലത്ത് ആവർത്തിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തിന് പോയപ്പോ ചോദിച്ചു അള്ളാനോട്, ഇബ്ലീസിന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അള്ള പറഞ്ഞു, പേടിക്കണ്ട, തൗബ ഞാൻ സ്വീകരിക്കാം, പക്ഷെ ഓൻ സുജൂദ് ചെയ്യണം. കാരണം ആദം നബി അലൈഹി സ്വലാം ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. ഇപ്പൊ സുജൂദ് ചെയ്യാലും ജീവിച്ച കാലത്ത് സുജൂദ് ചെയ്ത അതേ പരിധിയാണ്. അത് പേരോട് വരെ പറഞ്ഞു. ഇവിടെ നമ്മൾ കേൾപ്പിച്ചു കൊടുത്തു വെക്ക്, പേരോടൊന്നുകൊണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ വഴി ഇബ്ലീസിനെ കണ്ടു. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ പടച്ചവനോട് എന്നെ ഒന്ന് നന്നാക്കി തരാൻ പറയണം, എന്നെ ഹിദായത്തായി തരാൻ പറയണം. ഞാൻ ഖേദിച്ച് മടങ്ങാണ്, ആദം സുജൂദ് ചെയ്യാത്തതുകൊണ്ട് വലിയ ഖേദത്തിലാണ്. അല്ലാഹു തആലയോട് പറയാൻ മൂസാ നബി മനസ്സിലാക്കി. അല്ലാഹുവിന്റെ മുമ്പിൽ മൂസാ നബി റെക്കമെൻഡ് ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം, പക്ഷേ നിങ്ങൾ പോകുമ്പോ അവനോട് പറയണം, അവനെ ഞാൻ പുറത്താക്കാൻ കാരണം ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാത്തതുകൊണ്ടാണ്. ആദം നബിയുടെ ഖബറിന് പോയിട്ട് സുജൂദ് ചെയ്യാൻ പറയണം, എന്നാ ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം. കറക്റ്റ് അല്ലേ? ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യാൻ പറയൂ, ഞാൻ അവന്റെ തൗബ സ്വീകരിക്കാം. കഴിഞ്ഞു. ഇതല്ലേ നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ കറക്റ്റ്. അല്ല പറയാണ് സുജൂദ് ചെയ്യ്. ഇവര് പറഞ്ഞു പെട്ടത് എങ്ങനെയാന്ന് വെച്ചാല്, അല്ല പറയാണ് ഉസ്ജുദൂ ലി ആദം, ആദം നബിക്ക് സുജൂദ് ചെയ്യടാ ഇബ്ലീസിനോട്. ഇബ്ലീസിനാണെങ്കിലും അത് കഴിയൂല, മുഹാലാണ്, അസംഭവ്യമാണ്. ഇബ്ലീസ് നല്ല ബലി ഇബ്ലീസിന് പിന്നെ ന്യായം ഉണ്ടാക്കി കൊടുക്കുക. ഇബ്ലീസും കൂടി പറയാത്ത ന്യായം. ഇബ്ലീസിനോട് അല്ല ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ എന്താ സുജൂദ് ചെയ്യാത്തത്? ഓന് പറഞ്ഞാൽ മതി, അത് മുഹാലല്ലേ അല്ല, എങ്ങനെ ഞാൻ ചെയ്യാം? അസംഭവ്യമല്ലേ അത്? അസംഭവ്യമായ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും. എന്നോട് എന്താ ഈ അള്ളാനെ പൊട്ടനാക്കുന്ന പണിയല്ലേ അത്? ഇബ്ലീസിന് അതിനേക്കാൾ ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസ് പറഞ്ഞത്, അന ഖൈറും മിൻഹു, ഞാൻ ചെയ്യാത്തിൻ്റെ കിബിറോണ്ടാണ്, ഞാൻ ഓനേക്കാൾ എന്താണ് ഉന്നതിയുള്ള ആളാണ്. എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, ഓനെ മണ്ണോണ്ടുമാണ്, അതുകൊണ്ട് ചെയ്യൂല എന്ന് പറഞ്ഞത്. ഇവരൊരു കഥ ഇബ്ലീസിന്റെ അപ്പുറത്ത് പോയി. ഇബ്ലീസിന് ന്യായം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇവര് പറഞ്ഞു അത് അസംഭവ്യമാണ്. അല്ല പറയാണ് തൗബണ്ട്, ബലി പറഞ്ഞു തൗബല്ല. ബലാരാത് പറയാൻ?
എന്നിട്ടതിന് കിതാബുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ ഇബ്ലീസ് മൗലവി കടന്നു വന്നു. ഏതെല്ലാം കിതാബ് എടുത്തു ഇവിടെ. ഒരു സമയത്ത് തുഹ്ഫ എടുത്ത് വായിച്ചു. തുഹ്ഫ വായിച്ചപ്പോൾ മറുപടിയും കൂടി ആൾ വായിച്ചു പോയി. തൗബ സ്വീകരിക്കൂല ഇബ്ലീസിന് എന്ന് പറഞ്ഞു. ലിഅന്നഹും ലാ യതൂബൂൻ. എന്തുകൊണ്ട് സ്വീകരിക്കൂല? തൗബ ചെയ്യൂല, അതുകൊണ്ട് സ്വീകരിക്കൂല. തൗബ ചെയ്താലോ സ്വീകരിക്കും. പിന്നെ ഷഹറാനി ഇമാമിന്റെ യവാഖീത്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അൽ മൻഹജുൽ മുത്തഹിർ എന്ന കിതാബ് എടുത്തു കൊണ്ടുവന്നു. നമ്മൾ ഷഹറാനി ഇമാമിന്റെ കിതാബ് അങ്ങോട്ട് വായിച്ചു കൊടുത്ത് അൽ ജവാഹിർ വദ്ദുറർ എടുത്തു. ഇമാം അവറുകൾ പറഞ്ഞു, ഇബ്ലീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ആ തർക്കം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള പിശാച് നന്നായോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹദീസുണ്ട്, അസ്ലമാന്ന് വായിച്ചതനുസരിച്ച് മുസ്ലിമാകാം ഇബ്ലീസിന് തന്നെയും എന്ന് ഇമാം ഷഹറാനി തങ്ങളുടെ വാക്കെടുത്ത് ഉദ്ധരിച്ചു. അതോടുകൂടിയായി കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ ജമ്മുൽ ജവാമിയേറ്റ് വന്നു. അതെ, ഓരോന്നുകൊണ്ട് വരുമ്പോ എന്താ ഊക്കെന്നറിയോ? ഇതാ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഖബറടക്കാൻ പോവാണ്, ജമ്മുൽ ജവാമിയിൽ നിന്ന് ഞങ്ങൾ വായിക്കാൻ പോവാണ്, ഞങ്ങളിതാ ശറഹുൽ അഖായിദ് എടുക്കാൻ പോവാണ്, റാസി ഞങ്ങൾ വായിക്കാൻ പോവാണ്, അതിൽ മുഹാല് എന്നുണ്ട്. നമ്മൾ പറഞ്ഞു, കിതാബൊന്നും കാണിച്ച് തൽക്കാലം ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഞങ്ങൾ ആദ്യകാലത്ത് ഓതിയ കിതാബൊക്കെയും പിന്നീട് ശൈഖുനയിൽ നിന്ന് രണ്ടാമത് ഓതിയതാ, ഹദീസ് അടക്കം. ആ കാരണം അങ്ങനെ നിങ്ങളെ കൂടെ നിന്നത് കാലത്ര നിങ്ങളൊന്ന് എണ്ണി നോക്കി. നിങ്ങൾ പറയുന്നില്ല ഉസ്താദ് ഉസ്താദ്, നിങ്ങളെ കൂടെ ഓതിയ കാലത്രയാണോ? ഞാൻ ഇയാസുനിൽ ഓതിയ കാലം 5 കൊല്ലാണ്. ഷെയ്ഖുനാന്റെ അടുത്ത് എത്തിയിട്ട് കാലത്രായി 2013 മുതൽ നമ്മളുണ്ടല്ലോ. നിങ്ങളെ കൂടെ ഇരിക്കുന്ന സബുക്കിൽ മാത്ര. ഷെയ്ഖുനാന്റെ കൂടെ കിട്ടുമ്പോൾ അതിന് രാവും പകലും വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളാ പഠിപ്പിച്ചു തന്നതൊക്കെ എണ്ണുകയാണെങ്കിൽ മന്ദിക്കും അങ്ങനത്തെ ഏടാകൂടൊക്കെ വിട്, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഓതിയത് എടുത്തു നോക്കി 6 മാസം പോലും ഉണ്ടാവില്ല. നിങ്ങൾ ഉസ്താദ് ഉസ്താദ് എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങളെ മശായിഖന്മാരെക്കാൾ വലിയൊരു ഉസ്താദൊന്നും ഇവിടെ അല്ല. അതുകൊണ്ടാണ് ഞങ്ങളത് ഓതിയത് നിങ്ങളോട് പറഞ്ഞേ. ഖാദി വിവാദം ചെമ്മാട് വന്നപ്പോൾ തുഹ്ഫ എടുത്ത് ഞങ്ങൾ പോയത്. കാരണം ആ തുഹ്ഫ, ആ ഭാഗം ഞങ്ങൾ ശൈഖുനയിൽ നിന്ന് ഓതിയതായിരുന്നു. ജബുൽ ജവാമിയും കൊണ്ടുവരിങ്ങൾ, ഷറഹുൽ അഖായിദ് കൊണ്ടുവരിങ്ങൾ, അതിൻ്റെ ഹാഷ് എടുക്കുങ്ങൾ, കിതാബ് കൊണ്ടൊന്ന് കളിച്ചു നോക്കുക. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ മശായിഖന്മാർ അവരെ ഇഷ്ടം പോലെ ജീവിക്കും. അവരെ ചോദ്യം ചെയ്യാൻ ഒരു കിതാബുമായി വരാൻ പറ്റിയ ഒരാൺകുട്ടിയും AP സമസ്തയിലില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരിങ്ങൾ. നിങ്ങൾ വന്നതൊക്കെ എന്തായി? താറുമാറായിപ്പോയി. ലാസ്റ്റ് നമ്മൾ എവിടെ എത്തിച്ച്? കറക്റ്റ് ഇബാറത്ത് അങ്ങോട്ട് വായിച്ച് ശറഹുൽ അഖായിദയിൽ അതാ പറയുന്നു, ബലിത്തഹ്ഖീഖു അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മു മിമ്മാ ലാ യുതാഖ്. ഇബ്ലീസിന്റെ ഈമാൻ അതിനെക്കുറിച്ച് സാധ്യമാകാത്തത് എന്ന് പറയാൻ പാടില്ല. അത് സാധ്യമാകുന്നതാണ്, നേർക്ക് നേരെയുള്ള ഇബാറത്ത്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷിർബീനിയുടെ ഇബാറത്ത് കൊണ്ടുവന്നു, വഇൻകാനൽ ഹഖ്ഖു അന്നഹു ലൈസ ബിമുഹാൽ. അത് അസംഭവ്യമല്ല, മുഹാലല്ല എന്നതാണ് സത്യം. ഇനി മുഹാലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മജാസൻ നിലക്ക് പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ മുഹാലല്ല. അതിൻ്റെ പേര് മുഹാലുൽ ലിൽ ഗൈർ എന്നാണ്. അത്രയും അവർ പറഞ്ഞു വെച്ചു പോയി. കിതാബിൻ്റെ ഇബാറത്ത് അങ്ങോട്ട് വന്നപ്പോൾ ഇവൻ ചെയ്ത പണി കണ്ടില്ലെങ്കിൽ ലാസ്റ്റ് മുങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു ശ്വാസം എടുക്കലുണ്ടാവുമല്ലോ, അതിൽ ഈ ചെങ്ങായി വന്നിട്ട് പറഞ്ഞ ലഫ്ദ് ഉണ്ടാവുന്ന കേട്ടോ നിങ്ങൾ. അങ്ങനെ നമ്മൾ വിടുവോ? അള്ളാഹുവിന്റെ ഇൽമു മുൻകടന്നത് കൊണ്ട് ഇബ്ലീസിനെ പോലെയുള്ളവരുടെ ഈമാൻ സംഭവിക്കുകയില്ല എന്ന്. ഇനി എന്തിനാ നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് തന്നെ? ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, ഇതുകൊണ്ട് തക്ലീഫ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ എല്ലാവരും ഒറ്റക്കെട്ടായ അഭിപ്രായം അതുകൂടി പറയുന്നുണ്ട് മൂപ്പര് വായിച്ചിട്ട്. അഥവാ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, അത്തരത്തിലുള്ള മുഹാല് കൊണ്ട് തക്ലീഫ് ചെയ്യൽ സംഭവിക്കുന്നതാണ് എന്ന വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എന്ന് വരെ നൗഷാദ് വായിക്കുകയാണ്.
എന്നിട്ടും ഈ ചങ്ങാതിക്ക് അത് തിരിയുന്നില്ലല്ലോ. അതിന്റെ നേരെ അപ്പുറത്താണ് ഇത് ഫൈനലാക്കുന്ന വാക്ക്, അവിടാണ് കട്ട് ചെയ്തോ. അതിന്റെ നേരെ അപ്പുറത്ത് ബലി തഹ്ഖീഖ് അല്ലാ യുഅദ്ദ ഹാദൽ ഖിസ്മ മിമ്മാ ലാ യുതാഖ്, നിർത്തിവെക്കല്ലാതെ ഈ ചങ്ങായിക്ക് യാതൊരു രക്ഷയില്ലട്ടോ. കാരണം എന്താ, ഇത് ചങ്കിൽ കൊണ്ട ഇബാറത്താണ്, നേർക്ക് നേരെയുള്ള ഇബാറത്ത്, എവിടെയും ഒരു ഖഫാവുമില്ലല്ലോ, അത് മുഹാലല്ല, അത് സാധിക്കുന്നതാണ്. നേർക്ക് നേരെ ഇമാമിങ്ങൾ പറഞ്ഞുപോയി. മാത്രല്ല പിന്നെ വലിയ ചോദ്യം ചോദിച്ചത് ആയത്തും ഹദീസൊക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു. അതൊന്ന് ചോദിക്കട്ടെ, അവന് വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഖണ്ഡിതമായ നസ്സായ തെളിവുകൾ വന്നിരിക്കുന്നു എന്ന് പറയണ്ടേ? എന്തിനാണ് തെളിവുകൾ വന്നത്? അവനും അവന്റെ അനുയായികളും നരകത്തിൽ, അവനാണ് നരകം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ തെളിവുകൾ ഖണ്ഡിതമായി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം അർത്ഥം വെക്കാതെ പോവാണ് രക്ഷപ്പെടാൻ വേണ്ടി. അതായത് ഇബ്ലീസിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, നരകത്തിലാണ്. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് വെച്ച് നമ്മളെന്താ പറഞ്ഞ്, നമ്മൾ കൃത്യമായിട്ട് അതിന്റെ വാദടക്കം അവന് പഠിപ്പിച്ചു കൊടുത്തു. അതിന് കാലങ്ങളെടുത്തിന് 10 ഖണ്ഡനങ്ങൾ നടത്തി നമ്മൾ അതിന് വേണ്ടിയിട്ട്. ഇത് 10ാമത്താ. അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. ഇബ്ലീസ് അടക്കമുള്ള ആർക്കും, ഇവർക്കടക്കം സാധ്യമാണ്. തൗഫീഖ് ഇല്ലേ, നടക്കൂല. തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ സ്പെഷ്യൽ ഇടപെടൽ വേണം. ആ സ്പെഷ്യൽ ഇടപെടലാണ് ആരെ കാര്യത്തിൽ നടന്നത്? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശൈത്താൻ മുസ്ലിമായി. ഓത്തുല്ലാതെ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ അടുത്തുള്ള ശൈത്താനും മുസ്ലിമായി. അവിടെ സ്പെഷ്യൽ ഇടപെടൽ വീണ്ടും നടക്കുകയാണ്. ഇതന്നെയാണ് ഇബ്ലീസിനും മുസ്ലിം ആകാമെന്നതിന് നേർക്ക് നേരെയുള്ള തെളിവ്. അപ്പൊ ഖളാ ഖദറിൽ അങ്ങനെ ഉണ്ടല്ലോ. ഖളാ ഖദറിൽ ഉണ്ടായിക്കോട്ടെ, അത് മായ്ച്ചു കളയാനുള്ള അധികാരം ആർക്കുണ്ട്? മശായിഖിനുണ്ട്. അതാണ് മടവൂർ മൗലിദിൽ തന്നെ ഞാൻ പറഞ്ഞ സംഭവം. അബ്ദുൽ ഖാദർ എന്ന വലിയ വന്നപ്പോ ആ വലിയ തന്റെ മോനെ കാണിച്ചിട്ട് ശൈഖുനയോട് പറഞ്ഞു, ഈ മോനെ ഒന്ന് സംസാരിപ്പിക്കണം. അല്ലേ? അബ്ദുൽ ഖാദർ എന്ന വലിയനോട് ശൈഖുന പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കുകയില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിലുണ്ട് എന്ന് പറഞ്ഞപ്പോ വലിയായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, എനിക്കും അറിയാം, അതവിടെ ഉണ്ട് എന്ന് ഉറപ്പന്നെയാണ്. ലൗഹുൽ മഹ്ഫൂദ് എനിക്കറിയാന്ന് മൂപ്പര്, പക്ഷേ എനിക്ക് കാണാനേ കഴിയുള്ളൂ, നിങ്ങൾക്കത് മായ്ക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ അത് മായ്ച്ചു തരണം. അപ്പോഴാണ് ശൈഖുന ആ കുട്ടിയോട് പറഞ്ഞത്, മോനെ സംസാരിക്കൂ. 98ാമത്തെ പേജിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുട്ടി സംസാരിച്ചു. ബിശ്ശഹാദ, ഷഹാദത്ത് കലിമ ചൊല്ലി, വാപ്പാർ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത് തിരുത്തുകയാണ് ശൈഖ് മടവൂർ. അതിനാരാ ആമുഖ എഴുതിയത്? കാന്തപുര അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ ഞാൻ തർക്കിക്കണ്ട, ആയത്തിന്റെ ഹദീസിന്റെ അത് തിരുത്താനും ഓൾക്ക് കഴിയും. അതല്ലേ പോലെ പവർ. ഇനി ഞാൻ പറഞ്ഞു ആണ്ടൊന്നും പോണ്ട, മൊയ്തീൻ ശൈഖൻ റളിയല്ലാഹു അൻഹു നേരെ പറയാ, ലൗഹിൽ സ്ഥിരപ്പെട്ടതിനെ ഞാൻ മായ്ച്ചു കളയും. നീ ഇപ്പോൾ അവിടേക്കും പോണ്ട, മർക്കസിലെ ബുക്ക് എടുക്കുക, ഒക്കെ ബലൻ എഴുതി വെച്ചിട്ടുണ്ട്. മുഹിയുദ്ദീൻ ശൈഖിന്റെ മൗലിദില്, മർക്കസിൽ നിന്നിറങ്ങിയ മൗലിദിൽ പറയുന്നു, അൻതൽ ഖദീർ. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ എങ്ങൾക്ക് കഴിയും, അലാ തഗ്യീരി ഖദരി ഇലാഹിൽ ഖൽഖി ലിൽ ഹഖി ഹഖൻ മുഹിയുദ്ദീനി. അല്ലാഹുവിന്റെ ഖളാ ഖദറിൽ സ്ഥിരപ്പെട്ടതിനെ മായ്ച്ചു കളയാനും വ്യത്യാസപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഇനിയിപ്പോൾ എന്തായാലും വായിക്കാനുള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് ഇപ്പൊ അത് മാറ്റിക്കൂടെ? അള്ളാഹിന്റെ ഇൽമിൽ മുൻകടന്നതെന്നല്ലേ? അള്ളാഹിന്റെ ഇൽമിൽ മുൻകടന്നത് ഇതും ഉണ്ടാവും. ബല് മാറ്റുന്ന സംഗതിയെക്കുറിച്ച് അത് മാറ്റുന്നു മുൻകടന്നാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ പ്രശ്നം? അപ്പൊ ആകെ ബലി ഇബിലീസിലാണ് കുടുങ്ങിയിട്ട് ബലനെ ഇബിലീസായി മാറി. ഇബിലീസ് നന്നായാലും ബല് നന്നാവൂല എന്നുള്ള അവസ്ഥയിലായി. നമ്മൾ ഈ ഖണ്ഡനം തുടർന്നു. നമ്മൾ കിതാബ് വച്ചുള്ള ഖണ്ഡനാകുമ്പോൾ അതിനെ പിന്തുടരും. അലവലാദികൾ പലരും വരും, നമ്മളെ മെയിൻ്റെ അല്ല, പലരും വരും. കിതാബ് വെച്ചുള്ള ഖണ്ഡനാകുമ്പോൾ നമ്മളൊന്ന് മെയിൻ്റെ ചെയ്ത് എങ്ങനെ പോയി നോക്കുമ്പോൾ ശരിക്ക് നമ്മൾ ഈ വിഷയങ്ങൾ സമർത്ഥിച്ചപ്പോൾ ഈ മദനി അദ്ദേഹം ഈ സംഭവം തന്നെ നിർത്തിയിട്ട് ഇന്ന് രാവിലെ വന്ന് ഞാൻ വിചാരിച്ചെന്ന് അത് പറയാൻ വരേക്കാരം, അത് പറയാനാ വരുന്നത്. അപ്പോൾ പറയാ, പല ആൾക്കാരും പറയുന്നുണ്ട് ഇന്നെ കാണാനില്ലാന്ന്, ഞാൻ ദാ വന്നിരിക്കുന്നു. എൻ്റെ മോന്ത കാണാൻ എന്നെ വിളിച്ച്.
അതിനാ എന്നെ വിളിച്ച് ഒന്ന് പറയട്ടെ. പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന ഞാനുണ്ടല്ലോ, അത് ഞാനല്ല, ഞാൻ വേറെ എവിടെയോ ആണ്. എന്നെ കാണാതായി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം എന്നോടുണ്ടോ? എന്നോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളത് ആർക്കാണെന്നറിയോ? നമ്മുടെ ഇബ്ലീസ് ത്വരീഖത്തുകാർക്കാണ്. അവരെന്നെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞപ്പോ തന്നെ എന്റെ ഫോട്ടോയൊക്കെ വെച്ചൊരു പത്രക്കുറിപ്പ്. അതിന് ഇയാള് കാണാനില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇയാളെ മോന്ത ഇങ്ങനെ കാണാനല്ലത്. അത് കണ്ടിട്ട് പ്രത്യേക വർക്കത്തിട്ടാണെന്നില്ല. അതിനെക്കാട്ടി നല്ല ഇബ്ലീസിന്റെ മോന്ത കണ്ട. കാരണം ഓന് ന്യായം ഉണ്ടാക്കി കൊടുക്കുന്ന ടീമല്ലേ അവര്. പിന്നെ എന്തിനാ ഞങ്ങൾ വിളിച്ചത്? അതിനെ കണ്ടിന്യൂ ചെയ്യണം. ജമ്മുൽ ജവാമി ഹെല്ലയാറിന് എന്താ ജമ്മുൽ ജവാമി വായിക്കാത്ത? അത് കഴിഞ്ഞിട്ട് പോരെ CH മുസ്തഫന്റെ കഥ പറയാൻ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, റിഫായി മാലയുമായി ബന്ധപ്പെട്ട തർക്കം. മടവൂര് ശൈഖുനയേക്കാൾ മടവൂര് ശൈഖുനയുടെ പാട്ടുമായി ബന്ധപ്പെട്ട വിഷയം കിതാബുകൾ വായിച്ചു വെച്ചത് വരണ്ട്. ശറഉൽ അഖായിദ് ഉണ്ട്, നിബ്രാസ് ഉണ്ട്, അതേപോലെയുള്ള കിതാബുകളുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് രക്ഷപ്പെടാമെന്ന് ഒരു ഇബ്ലീസ് മൗലവിയും ചിന്തിക്കണ്ട. ഏത് മാളത്തിൽ ഒളിച്ചാലും പിടിച്ച് ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. വരാതൊക്കെ ഞങ്ങൾ സമ്മതിക്കൂല. വായി ഞങ്ങൾ റെഡിയായിരിക്കാണ്, നമുക്ക് ഖണ്ഡനം തുടരാൻ. എന്താ നിങ്ങൾക്ക് പേടി? കിതാബില്ലേ കയ്യില്? 5 മിനിറ്റ് കൊണ്ട് കബറടക്കിയാലല്ലേ നിങ്ങള്? എവിടെ നിങ്ങളെ കബറടക്കലൊക്കെ? ഞങ്ങളല്ലേ ഇപ്പൊ അടിയന്തരം കഴിക്കേണ്ടി വന്ന്? ഇപ്പൊ അടിയന്തരം നമ്മളല്ലേ കഴിക്കണെന്ന്? എവിടെ ഈ പോയിരിക്കണേ? ഇങ്ങോട്ട് വാ, കയറി വാ, എന്നിട്ട് ബാക്കി പറയും. മുസ്തഫന്റെ ഒക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതിനപ്പുറം പേരോട് അയാളുടെ ആദ്യം പിന്നെ ചർച്ച ചെയ്യാണ്ട്. ഈ ഖണ്ഡനം നിർത്തിയിട്ട് ഓടിപ്പോകാമെന്നാണോ കരുതിയത്? അതുകൊണ്ട് ഉറപ്പിച്ചു പറയാ, 1000 ആളുകൾ ഞങ്ങൾക്ക് നേരെ വന്നാലും അവസാനം നിങ്ങൾ നിർത്തിപ്പോവുക എന്നതല്ലാതെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആരൊക്കെ വന്നു നോക്കി? ഇവിടെ പേരോട് വന്നു നോക്കി. അലവി സഖാഫി പറഞ്ഞു എല്ലാ മുഖാമുഖത്തിലും 3 ചോദ്യം അല്ലേ? അതേപോലെ തന്നെ ചെറുമോത്ത് പറഞ്ഞു ഞാനതാ വീഡിയോ തുടങ്ങാൻ പോവാണ്, ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നിർത്തൂല. ഒറ്റ വീഡിയോ വന്നു. രണ്ടാമത് വന്നില്ല. വാളക്കുളം 100 തികച്ചുമെന്ന് വന്നു. 88-ൽ 89-ൽ ചത്തൊടങ്ങി. ഇങ്ങനെ നിങ്ങൾ നോക്കി ഏതെല്ലാം ആളുകൾ, പലരും വന്ന് നോക്കി. അവസാനം ഇയാൾ പറഞ്ഞു ഞാനിതാ എന്തായാലും നിർത്തൂല, ഞങ്ങളിതാ അത് തെളിയിക്കും, കിതാബുണ്ട്. എവിടെ എത്തി നിങ്ങളെ വീരവാദങ്ങളൊക്കെ? ഇത് പറയണമെങ്കിൽ ബാക്കി കിതാബിലുമായിട്ട് വിവരം വേണം, അതിന് മശായിഖിന്റെ മദദ് വേണം. ഈ വിഷയം ഇവിടെ സ്ഥിരപ്പെട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു മറ്റ് വിഷയമൊക്കെ ഈ പിന്നെ പറയാം, ഇതന്നെ തുടരുക വേണ്ട. കാരണം ഒരുപാട് മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളും നമ്മളെ പിന്തുടരുന്നുണ്ട്. അവർ കിതാബിലൂടെ ഇത് നോക്കുന്നുണ്ട്. ഇയാൾ വായിക്കുന്ന തൊഹ്ഫൊക്കെ കേട്ടിട്ട് ഒരു മൊയിലേറിനോട് പറഞ്ഞു ഇവനൊക്കെ ആരാ ഓതിക്കൊടുത്തത്? ആ തൊഹ്ഫ വായിച്ച കോലൈ. അതേപോലെ ജമ്മുൽ ജവാമി വായിച്ചിട്ട് പറയാ മുഹാല് കൊണ്ട് കൽപ്പിക്കൽ ജായിസാണെന്ന് ജമ്മുൽ ജവാമിയിലുണ്ട്, ഇവനെ കണ്ടിട്ടില്ല. ഈ ജായിസും സംഭവവും രണ്ടാണെന്ന് ഈ ചങ്ങായിക്ക് അറിയില്ല. ജായിസാകാരന സംഗതി ഒന്ന് വേറെയും അള്ളാന്റെ കൽപ്പന വരിക എന്നുള്ളതൊന്ന് വേറെയാണ്. അത് രണ്ടും മനസ്സിലാകണമെങ്കിൽ ജമ്മ് ഓതുമ്പോൾ തന്നെ ശറഉൽ അഖായിദ് നോക്കണം. ശറഉൽ അഖായിദും നോക്കണം, ജംഇന്റെ ശറഹും ഹാഷയും, ശറഉൽ അഖായിദിന്റെ ശറഹും ഹാഷയും, അതുമായി ബന്ധപ്പെട്ട അബ്ദുൽ ഹക്കീമും ഖയാലിയും ഒക്കെ നോക്കണം. അതൊന്നും നോക്കാതെ ജമ്മിന്റെ ഇബാറത്ത് കണ്ടിട്ട് വന്നാൽ കുടുങ്ങുക തന്നെ. കൂറ കപ്പലിൽ കയറി ആയിരുണ്ടാവും, ഒരു പിടുത്തം കിട്ടൂല. അല്ലെങ്കിൽ ഈ പണിക്ക് വരരുത്. ഈ പണിക്ക് കിതാബ് എടുത്തുള്ള പണിക്ക് വരികയാണെങ്കിൽ നല്ല ഓർമ്മയിൽ വന്നാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തിൽ പറയും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരി, നിർത്തല്ല, ഈ തുടരണം. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ്. ബാക്കിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഈ അതന്നെ വന്ന് പറയും, എന്നിട്ട് ഞങ്ങൾ അതിനോട് പ്രതികരിക്കാം. പക്ഷേ നിങ്ങൾ ഏതറ്റം പോകുന്നു ഞങ്ങൾക്കറിയാം. ഏതറ്റം പോയാലും അതിൻ്റെ അപ്പുറം ഞങ്ങൾ പോയിരിക്കും. അത് മശായിഖിന്റെ മദദിലാണ്. കാരണം നിങ്ങളെ കയ്യിൽ ഒരു സാധനം മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ടാവും, സെറ്റപ്പും ഒക്കെ ഉണ്ടാവും. ഖറാബുന്നനിൽ ഉദാഹരണം ഇത് മാത്രം ഉണ്ടാവില്ല. അത് മാത്രം അതല്ലേ ഇപ്പോൾ കാര്യമായിട്ട് വേണ്ടി. മശായിഖിന്റെ മദദ്, ധനബലം ഉണ്ടാകാം, ആൾബലം ഉണ്ടാകാം, പക്ഷെ ആത്മബലം എന്നറിയുന്ന ഒരു സംഗതി ഉണ്ട്.
അത് മശായിഖ് നേരിട്ട് മറ്റേ നമ്മൾ യാ സാഹിബൽ ഭക്തി എന്ന് പറഞ്ഞിട്ടിട്ട് വാളക്കുളം പറഞ്ഞില്ലേ, യാ സാബൽ ഭക്തി. അപ്പോൾ യാ സാബുൽ ഭക്തി ആരാഴ്ച പേരോട് മുൻമൊഴിയാണ്. എങ്ങനെ ഉണ്ടാവും? ഇത് രണ്ടും തുലനം ചെയ്യാൻ പറ്റുമോ? അപ്പം ഇതാണ് നിങ്ങളൊരു അവസ്ഥ. അതാണ് ഈ കെ ഉസ്താദ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ സുന്നിയല്ല, നിങ്ങളെക്കുറിച്ച് വിധി പറഞ്ഞുപോയി. ഹക്കീമായ വിധികർത്താവായ ശംസുൽ ഉലമ പ്രഖ്യാപിച്ചു പോയി. പിന്നെ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊന്ന് വെച്ചോടക്ക് ഈ കെ ഉസ്താദ് പറയട്ടെ. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ അതിന് അനുവദിക്കുകയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു രോമം വരയ്ക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോളി. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, രോമം പറിക്കാൻ പോലും കഴിയൂല എന്നാണ് യഥാർത്ഥ സമസ്തൻ്റെ. അത് ശംസുൽ ഉലമയുടേതാണ്. അവിടെ നിങ്ങൾ വിട്ടതാണ്. കാരണം ഹയ്യുൽ ഖയ്യൂമാണ് മടവൂര് ശൈഖുനാൻ ഒരു പാട്ട് പാടിയിരുന്നു. അപ്പം നമ്മളത് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇബ്ലീസ് മൗലവി വന്നിട്ട് പറഞ്ഞിരുന്നു എന്ത്? ഹയ്യുൽ ഖയ്യൂമാണെന്ന് മടവൂരിനെ കുറിച്ച് പറയാൻ പാടില്ല റളിയല്ലാഹു അൻഹു, അത് റസൂലിന് മാത്രമുള്ളതാണ്. പെരുമ്പൊട്ടനായി. കാരണം അള്ളാഹ്ക്കുള്ള സിഫത്ത് എങ്ങനെ റസൂലിന് പറ്റുമോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റുമെങ്കിൽ മടവൂർ ശൈഖുനാക്കും പറ്റുമല്ലോ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞാണ്, ഞാൻ അതിലേക്ക് പോകണില്ല. വേണ്ടി വന്ന അയാൾ വരട്ടെ, അപ്പം ബാക്കി തുടരാം. വരുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. കാരണം അത്രയും സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. നിങ്ങളെന്തായാലും വരും, രാവിലെ തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ സ്റ്റുഡിയോ എപ്പോഴും ഇവിടെ റെഡിയാണ്. ഏത് സമയത്ത് നിങ്ങൾ വന്നാലും അന്ന് തന്നെ അല്ലെങ്കിൽ അതിനെ പിറ്റേന്ന്, യാത്രയിലാണ് 2 ദിവസം വൈകുന്നേ ഉള്ളൂ, മറുപടി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതാണ് പെരുന്നാളിൻ്റെ അന്ന് ഇയാൾ വന്ന്, നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെയല്ലേ മറുപടി കൊടുത്ത്. ഉദുഹിയ്യത്ത് അറുത്തിട്ട് പിന്നെ പല അറുക്കാനാണ് പോയത്. 2ാമത്തെ അറിവ് AP സമസ്തനായിരുന്നു. ചില അറിവ് അപ്പം തന്നെ നടത്തേണ്ടി വരും. അതിന് അയ്യൂമത്തെ ശരി കഴിഞ്ഞിട്ട് പിന്നെ അത് അറുത്തിട്ട് കാര്യമില്ലല്ലോ.